ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തെ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ ലോകത്തെ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ നിഞ്ജനം നിന്നിൽ ആനന്ദിച്ചിടാൻ വീണ്ടും നിൻ ജീവനെ നൽകണമേ നിഞ്ജനം നിന്നിൽ ആനന്ദിച്ചിടാൻ വീണ്ടും നിൻ ജീവനെ നൽകണമേ ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ആത്മവരത്താൽ വൻക്രിയ ചെയ്യാൻ പ്രാപ്തരായി തീർന്നതുപോ നിൻവചനത്താൽ ആയിരങ്ങൾ വൻ ശക്തിയോടിന്നുണർന്നിടണമേ നിൻവചനത്താൽ ആയിരങ്ങൾ വൻ ശക്തിയോടിന്നുണർന്നിടണമേ ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. കിടന്നതുപോൽ ആത്മവരൾച്ചയേറ്റിഹമേവം ജീവനിലെ പരരേ അസ്ഥികളാക്കാൻ പുഷ്ടി ലഭിക്കാൻ സ്വർഗീയ കാറ്റേ നീ വീശണമേ അസ്ഥികളാക്കാൻ പുഷ്ടി ലഭിക്കാൻ സ്വർഗീയ കാറ്റേ നീ വീശണമേ ഉണർവിൻ കാറ്റേ ഉണർവിൻ കാറ്റേ വീശുക ഈ സഭമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ.
ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകണമേ. ഈ ജലമെങ്ങും ചെല്ലുമിടത്തിൽ പ്രാണികൾ ചലിക്കുമാറാകണമേ. ഉണർവിൻ കാറ്റ് ഉണർവിൻ കാറ്റ് വീശുക ഈ സഭമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ലോകത്തിൽ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നിരീക്ഷണമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ഓരോരുത്തരെയും അറിഞ്ഞു. അതേ ദൈവം നമ്മെ ഓരോരുത്തരെയും മുൻ നിയമിച്ചവനായ ദൈവം, സ്നേഹവാനായ ദൈവം തക്ക സമയത്ത് നമ്മെ ഓരോരുത്തരെയും വിളിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ ഗിദെയോനെ നോക്കി, നീ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അക്കാലത്ത് മിദ്യാന്യർ ഇസ്രായേലിനെ ഭരിക്കുന്ന കാലമാണ്. മിദ്യാന്യരാൽ ഏറ്റവും വലഞ്ഞുപോയ സമയമാണ്. ആ സമയത്ത് ഇസ്രായേൽ ജനം കൃഷി ചെയ്യും, മിദ്യാന്യർ വന്ന് ആദായം എടുത്തുകൊണ്ട് പോകും. ഇസ്രായേൽ ജനം മുന്തിരി ആട്ടും, പക്ഷെ വീഞ്ഞ് മിദ്യാന്യർ കൊണ്ടുപോകും. ആടുമാടുകളെ ഇസ്രായേൽ ജനം വളർത്തും, പക്ഷേ മിദ്യാന്യർ വന്നത് കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോകും. എല്ലാം അവർ കൊണ്ടുപോവുകയാണ്. വലഞ്ഞുപോയ കാലം. അക്കാലത്ത് ഗിദെയോൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു പേടിത്തൊണ്ടനായ മനുഷ്യൻ, മിദ്യാന്യരെ പേടിച്ച് മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് വരിക്കുകയായിരുന്നു. എന്താണ് മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് വരിക്കുന്നത്? മുന്തിരി നാട്ടുന്ന കാലമല്ല, അതുകൊണ്ട് മുന്തിരിച്ചക്കിൻ്റെ അരികിലേക്ക് മിദ്യാന്യർ വരികയില്ല, പേടിക്കാനില്ല. ബുദ്ധിപൂർവം ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് പിടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് യഹോവയുടെ ദൂതൻ, അത് പുത്രനായ ദൈവം തന്നെയാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തു ഇല്ലല്ലോ, വെളിപ്പെട്ടിട്ടില്ലല്ലോ. യഹോവയുടെ ദൂതൻ അവനോട് ഒരു വാക്ക് പറഞ്ഞു: നീ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. നീ ഈ ബലത്തോടെ പോവുക എന്ന് പറയുമ്പോൾ ഗിദെയോൻ പേടിച്ചരണ്ട് മിദ്യാന്യരെ പേടിച്ചാണ് മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് വരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം: ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചുപോയി. മിദ്യാന്യരാൽ അവർ യഹോവയോട് നിലവിളിക്കുന്ന കാലം നമുക്ക് വായിക്കാം. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളോട് വായിച്ചു കേൾക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീയേസ്യനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. മിദ്യാന്യരെ ഭയന്ന് മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതന് പ്രത്യക്ഷനായോട് പറയുകയാണ്: അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. എന്തൊരു ആശ്വാസത്തിൻ്റെ വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്നവനെ അംഗീകരിക്കുന്നവനായ ദൈവം, അഭിനന്ദിക്കുന്നവനായ ദൈവം, അവൻ്റെ ഹൃദയത്താഴ്ചയിൽ സന്തോഷിക്കുന്നവനായ ദൈവം, അവനെ ഉയർത്തുന്നവനായ ദൈവം. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അത് ഗിദെയോന് മനസ്സിലാകുന്ന ഭാഷയല്ല. ഗിദെയോൻ തകർന്ന ഹൃദയത്തോടെ നിൽക്കുകയാണ്. 13-ാം വാക്യത്തിൽ ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ?
ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹൃദയം തുറന്ന് ആ ദൂതനോട് ഗിദെയോൻ പറയുകയാണ്, ഇപ്പോൾ നാം പ്രതിസന്ധിയിലാണ്. ഇസ്രായേലിനെയും മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതാണ് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. അന്ന് അവന് ഭുജവീര്യം ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ യഹോവ നമ്മെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ യഹോവയില്ല. തകർന്ന ഹൃദയത്തോടെ ഗിദെയോൻ നിൽക്കുകയാണ്. ആ ഗിദെയോനോടാണ് ദൂതൻ പറയുന്നത്. 14 വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. നീ ഈ ബലത്തോടെ പോവുക. പ്രിയപ്പെട്ടവരെ, ഭയചകിതനായി തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവസ്ഥ നിൽക്കുന്ന ഗിദെയോനോട് യഹോവയുടെ ദൂതൻ പറയുകയാണ്, നീ ഈ ബലത്തോടെ പോകുക. അതാണ് ബലം. ഒരു ദൈവബലൻ്റെ ബലം അതാണ്. പ്രിയപ്പെട്ടവരെ, സ്വയം നിൽക്കാൻ കെൽപ്പില്ലാതെ ഭയന്ന് വിറയ്ക്കുന്നവന് ചാരാൻ മാർവിടം കൊടുക്കുന്നവനായ സ്നേഹവാനായ കർത്താവ്. ഇത് അനുഭവിക്കുന്നവർക്കറിയാം, ഇത്രയും വലിയ സ്നേഹം, ഇത്രയും വലിയ സന്തോഷം മറ്റൊന്നുമില്ല. അനുഭവിക്കുന്നവർക്കറിയാം ആ നിത്യമായ സന്തോഷം, സമാധാനം. ആറ് ത്യജിച്ച് കളഞ്ഞിട്ടാണ് ഈ ലോകത്തിലെ വെള്ളത്തിൻ കുമിളകളുടെ പിന്നാലെ മനുഷ്യൻ നടക്കുന്നത്. ആ ഗിദെയോനെ ദൈവം ധൈര്യപ്പെടുത്തി, നീ ഈ ബലത്തോടെ പോവുക എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-48 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് കാണാം. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മർമ്മം ആർക്കറിയാം? അവിടെ തൊട്ടു മുമ്പിൽ കാണാം, കർത്താവ് ശിമോൻ പത്രോസിൻ്റെ പടകന്വേഷിച്ച് വരികയാണ്. ശിമോൻ പത്രോസിനെ കണ്ടു. ശിമോൻ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചു. അതിൻ്റെ പിന്നാലെ ഫിലിപ്പോസിനെ വിളിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ചേർക്കുന്നതായ കാലം, തൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭകാലം. ഫിലിപ്പോസിനെ കർത്താവ് വിളിച്ചു. ഫിലിപ്പോസിന് കാര്യം ചെയ്തു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. തൻ്റെ സ്നേഹിതനാണ് നഥനയേൽ. നഥനയേലിനെ കണ്ടിട്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, ഇസ്രായേൽ ജനം കാത്തിരിക്കുന്ന മശിഹ, ആശ്വാസത്തിന് വേണ്ടി ജനം കാത്തിരിക്കുന്ന സാക്ഷാൽ മശിഹ, ഞാൻ അവനെ കണ്ടെത്തി. 46-ാം വാക്യം നാം വായിക്കുമ്പോൾ നഥനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഇതൊരു പഴഞ്ചൊല്ലാണ്. നസ്രയത്തിൽ നിന്ന് നന്മ വരികയില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലാണ്. ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്ത സ്ഥലം നസ്രയത്ത്. ആ നസ്രയത്തിലാണ് യേശു ക്രിസ്തു വളർന്നത്. നസ്രയത്തിൻ്റെ തിന്മ മാറ്റുവാൻ നസ്രയത്തിൽ യേശു ക്രിസ്തു വളർന്നു. നസ്രായനായ യേശുവാണ് ഞങ്ങൾ കണ്ടെത്തിയതായ മശിഹ എന്ന് പറഞ്ഞപ്പോൾ നഥനയേൽ ചോദിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസ് അവനോട്, വിശദീകരിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല, നീ വന്ന് കാണും, വന്ന് അനുഭവിക്കേ. നഥനയേലിനെ കൂട്ടിക്കൊണ്ട് ഫിലിപ്പോസ് വരികയാണ്. അത് കണ്ടുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ ആദ്യമായി യേശുവിനെ കാണുകയാണ്. യേശു അവനെ കണ്ട ഉടനെ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇപ്പോൾ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. പുറമേയുള്ള വേഷഭൂഷാദികളൊന്നുമല്ല, സ്ഥാനമാനങ്ങളിൽ എവിടെ ഇരിക്കുന്നുവെന്നല്ല, നീ എത്ര വിലയേറിയ വസ്ത്രം ധരിച്ച് എന്തെല്ലാം ആഭരണങ്ങൾ ഇതൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു. കണ്ട മാത്രയിൽ കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. എത്ര ശ്രേഷ്ഠമേറിയ വചനം. പ്രിയപ്പെട്ടവർ, നമ്മളെക്കുറിച്ച് പറയുമോ? ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ദൈവം എന്നെ കാണുമ്പോൾ ഇതുപോലെ പറയുവാൻ തക്കണം കാപഠ്യങ്ങളോട് യാത്ര പറഞ്ഞ് ഹൃദയങ്ങളെ വിശദീകരിച്ച് അങ്ങനെ വേണം നാം വരാൻ. വിതയ്ക്കേണ്ടത് നിലത്താണ്, പാകപ്പെടുത്തിയ നിലത്താണ്. നല്ല നിലത്തിൽ വേണം വിതയ്ക്കാൻ, വിത്ത് വിതയ്ക്കാൻ. ഫലം കഴിക്കണമെങ്കിൽ ഒരു കാട്ടിലോട്ട് ചെന്നിട്ട് ആരും വിത്ത് വിതയ്ക്കാറില്ല. അവിടെ വൻ മരങ്ങളുണ്ട്, വലിയ പാറക്കല്ലുകളുണ്ട്,
അവിടെ പള്ളിപ്പടപ്പുകളുണ്ട്. അവിടെ നിന്ന് വിത്ത് വിതച്ചാൽ പ്രയോജനപ്പെടില്ല. വൻമരങ്ങൾ വെട്ടിമാറ്റണം, വലിയ പാറക്കല്ലുകൾ ഉരുട്ടി മാറ്റണം, ഭൂമിക്ക് മുകളിൽ കാണുന്നതായ കല്ലുകളെല്ലാം പെറുക്കി മാറ്റണം. പിന്നെ പുറമേ ഒന്നും കാണാനില്ലെങ്കിൽ കിളയ്ക്കാൻ തുടങ്ങണം. കിളയ്ക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്ന കല്ലുകളെല്ലാം പൊങ്ങി വരും. ഇതെല്ലാം പെറുക്കി മാറ്റണം. കല്ലില്ലാത്ത മനോഹരമായ മണ്ണാക്കണം. ആ മണ്ണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രകടമായ പാപങ്ങൾ, ദൈവം വെറുക്കുന്നതായ പാപങ്ങളോട് യാത്ര പറയണം. തിന്മ പ്രവർത്തികൾ യാത്ര പറയണം. പോരാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുറുകെ പറ്റുന്ന പാപങ്ങളോട് യാത്ര പറയണം. അറിയപ്പെടുന്ന പാപങ്ങളോടെല്ലാം യാത്ര പറയണം. എന്തെല്ലാം സ്വഭാവദൂഷ്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് എന്തെല്ലാം ബോധ്യമുണ്ട്, അതിനോടെല്ലാം നമ്മൾ യാത്ര പറയണം. യാത്ര പറഞ്ഞിട്ട് ദൈവസന്നിധിയിരിക്കണം. പാപബോധം തരുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്തതും മറന്നുപോയതും മറഞ്ഞു കിടക്കുന്നതുമായ പാപങ്ങളെ ഓരോന്നും ആത്മാവ് ഉറപ്പിച്ചു തരും. കണ്ടെത്തുന്ന ഓരോ പാപങ്ങൾക്കും പരിഹാരം വരുത്തണം, നീക്കുപോക്ക് വരുത്തണം. ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കണം. മനുഷ്യരോട് മാപ്പ് പറയണമെങ്കിൽ മാപ്പ് പറയണം, കൊടുത്തു തീർക്കണം. ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം. അതിനുശേഷം രാത്രിയുടെ ഏകാന്തത്തിൽ കർത്താവിൻ്റെ പാദം എടുത്തിരുന്ന് കരയണം. എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളിൽ എൻ്റെ പാപങ്ങളെ ഓർത്ത് കരയണം. കണ്ണുനീര് കൊണ്ട് ആ മണ്ണ് നനയണം. സ്തോത്രം. അങ്ങനെ നനഞ്ഞ് കുതിർന്ന മണ്ണിലേക്ക് വിത്ത് വീണാൽ 30, 60, 100 മേനി കായ്ക്കും. ഇതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവരിൽ കപടമില്ല. നഥനയേലിനെ നോക്കിക്കൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നഥനയേലിന് അത്ഭുതം. ഞാൻ യേശുവിനെ ആദ്യം കാണുകയാണ്, ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുകയാണ്. ഇവൻ എങ്ങനെ എന്നെ അറിയും? ഇവൻ എങ്ങനെ ഇത് പറയാൻ പറ്റും? അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അവനോട് പറഞ്ഞു, 48-ാമത്തെ വാക്യം, നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കേട്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശുവിനോട് പറഞ്ഞു. നഥനയേൽ വെട്ടിത്തുറന്ന് ചോദിച്ചു, കർത്താവ് നീ എങ്ങനെ എന്നെ അറിയും? നീ എപ്പോഴാണ് എന്നെ അറിഞ്ഞത് ഇത് പറയാൻ? കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസ് എന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ തന്നെ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? കർത്താവ് ആരെയാണ് നോക്കുന്നത്? വളരെ വ്യക്തമാണ്. നഥനയേലൊരു കാര്യമുണ്ട്. നഥനയേലിൻ്റെ ആ വീടിൻ്റെ പരിസരത്ത് ഒരു അത്തി തഴച്ചു വളർന്ന് നിൽക്കുന്നുണ്ട്. ഈ അത്തിയുടെ കീഴിൽ പോയി എന്ന നഥനയേൽ എന്ന ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. മറ്റാരും കാണുന്നില്ല, മറ്റാരും അറിയുന്നില്ല. അതാണ് നഥനയേലിൻ്റെ വിചാരം. അങ്ങനെ അത്തിയുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് ഫിലിപ്പോസ് എന്ന ഈ നഥനയേലിനെ വിളിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഫിലിപ്പോസിനെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് തന്നെ താഴ്ത്തിക്കൊണ്ട് ഏതോ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവോ അവനെ കാണുന്നവനായ ദൈവം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ ഈ ഭൂമിയിലൊക്കെ മൂടാടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കണ്ണുകൾ. എന്നെ അന്വേഷിക്കുന്ന ആരുണ്ട്? പ്രിയപ്പെട്ടവര്, കർത്താവിൻ്റെ 2ാമത്തെ ഒരു ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കർത്താവിനോടുകൂടെ എനിക്ക് ജീവിക്കണം, ശിഷ്ടമുള്ള ആയുസ്സെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ കാണുന്നവനായ ദൈവം, നഥനയേലിനെ കണ്ടവനായ ദൈവം. ഫിലിപ്പോസിനെ വിളിക്കും മുൻപേ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ ദൈവം. പ്രിയപ്പെട്ടവര്, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ കണ്ടവനാണ്. എന്നെ തർക്കസമയത്ത് വിളിച്ചവനാണ്. ഞാൻ വേദപുസ്തകം ഓർക്കും, അബ്രഹാമിനെ ഓർക്കും. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മത്തായി ശ്ലീഹ ഇപ്രകാരം എഴുതും, അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യേശുക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുന്നത് അബ്രഹാമിലാണ്. അതിനു മുൻപ് നോഹയുണ്ടായിരുന്നു, ഹാനോക്കുണ്ടായിരുന്നു, ഹാബേലുണ്ടായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വംശാവലി തുടങ്ങുന്നത് അബ്രഹാമിലാണ്. അബ്രഹാം ആരാണ്? അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ഉൽപ്പത്തി 12:1 നാം അങ്ങനെയാണ് വായിക്കുന്നത്. വേദോസ്തലത്തിൽ ആദ്യമായി ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. യഹോവ അബ്രാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. നീ നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ദൈവം അബ്രഹാമിനെ വിളിച്ചു 12:1. എന്നാൽ ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പിന്നെ അവനോട്, യഹോവയായ ദൈവം അബ്രഹാമിനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നരുളി ചെയ്തു. വേറെ ദിവസം വെറുതെ വായിച്ചു പോയാൽ പോരാ. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു. നിത്യനായ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഹാരാനിലേക്ക് അബ്രഹാം വരുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 31-ാം വാക്യത്തിലാണ്. തേരഹ് തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാനിൽ വന്നു അവിടെ പാർത്തു. അവിടെ അബ്രഹാമിനെ ഹാരാനിൽ എത്തിക്കുന്നത് അബ്രഹാമിൻ്റെ പിതാവായ തേറഹാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ എന്നെ നിങ്ങളെയും കണ്ടവനായ ദൈവം, അബ്രഹാമിനെ കണ്ടവനായ ദൈവം അദൃശ്യനായി അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവമാണ് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവയായ ദൈവനോട് നേരിട്ട് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ അറിയുന്നതിന് മുൻപ്, കൂട്ടായ്മയിലേക്ക് വരുന്നതിന് മുൻപ് ദൈവം നമ്മെ കണ്ടു. ദൈവം നമ്മെ മുന്നറിഞ്ഞു. ദൈവം നമ്മെ വിളിച്ചു, തക്ക സമയത്ത് വിളിച്ചു. അതിനു മുൻപേ ദൈവം നമ്മെ അറിയുന്നു. നിങ്ങൾ മറക്കരുത്, നിന്റെ വേദനകൾ കാണുന്ന ദൈവം, നിന്റെ കുറവുകൾ അറിയുന്ന ദൈവം, നിന്റെ കഷ്ടതകൾ കാണുന്ന ദൈവം, നിനക്ക് പരിഹാരം തരുവാൻ എല്ലാം ദൈവം ഒരുക്കി വച്ചിട്ടാണ് വിളിക്കുന്നത്. ആ ദൈവമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടു. ഗിദെയോനെ വിളിച്ചു. ഗിദെയോനോട് പറഞ്ഞു, നീ ഈ ബലത്തോടെ പോക, യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ മിദ്യാനരെ ജയിക്കും. ദൈവത്തിൻ്റെ ദൂതൻ അവനെ ബലപ്പെടുത്തി. ദൈവം എല്ലാം മുന്നറിയുന്നവനാണ്. നമുക്ക് യോനയുടെ പുസ്തകം എടുക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ സ്നേഹവാനായ ദൈവം യോനയോട് അരുളി ചെയ്യുകയാണ്. യോനയോട് എന്താണ് പറയുന്നത്? 1:2. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. തൻ്റെ പ്രവാചകനായ യോനയോട് ദൈവം പറഞ്ഞു, നീ പുറപ്പെട്ട നിനവയിലേക്ക് ചെന്ന് അവിടെയുള്ള ജനത്തോട് നീ പ്രസംഗിക്കുക. എന്താണ് പ്രസംഗിക്കേണ്ടത്? അതിന് വിരോധമായി പ്രസംഗിക്കുക. നീ 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാവാനാണ് പ്രസംഗിക്കേണ്ടത്. നിനവേക്കാട് അകൃത്യങ്ങൾ വലുതായിരിക്കുന്നു, അവിടെ നിന്നുള്ള നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു ദൈവം പറഞ്ഞു. ഈ യോന ഇത് കേട്ടു. യോന ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ആ യോനയോട് ദൈവം കൽപ്പിക്കുമ്പോൾ യോനയ്ക്ക് അന്നേരം ഒരു ചിന്താക്കുഴപ്പം. യോന ചിന്തിച്ചു, നിനവേ അസീറിയയുടെ തലസ്ഥാനമാണ്, അസീറിയ പുറജാത രാജ്യമാണ്, അസീറിയയിലുള്ളവർ അവർ എന്താ ഇസ്രായേലിനോട് ശത്രുതയുള്ളവരാണ്, മത്സരമുള്ളവരാണ്. ഈ നിനവയിൽ ഞാൻ പ്രസംഗിക്കണമോ? യോനയ്ക്ക് ദൈവത്തെ അറിയാം. ജനം അനുതപിക്കും. ജനത്തിൻ്റെ അനുതാപം കാണുമ്പോൾ ദൈവം നിനവയോട് ക്ഷമിച്ചു കൊടുക്കും. നിനവേക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞതായ കാര്യം നടക്കില്ല. അതുമല്ല, എനിക്ക് വിലയില്ലാവും. ഞാൻ പറഞ്ഞ വാക്കിന് വിലയില്ലാതാവും. അവരെന്നെ മാനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ യോന ആരാന്നറിയാമോ? ഈ യോന രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഈ യോന ആരാണ് എന്ന് വളരെ വ്യക്തമായി നാം കാണുന്നുണ്ട്. ഗത്ത് ഫേബർക്കാരനായ അമിത്ഥായിയുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ദൈവം തൻ്റെ വിശ്വസ്ത ദാസനായി കണ്ടവനാണ് യോന. യോനയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആ യോനയുടെ അകത്തുണ്ടായിരുന്നു ഒരു സ്വയം. യോന ചിന്തിച്ചു, ഞാൻ ഇസ്രായേൽക്കാരനാണ്, ഞാൻ പോയി ഈ നിനവയിൽ ചെന്ന് പ്രസംഗിച്ചാൽ അവർ മാനസാന്തരപ്പെടും, ദൈവം അവരെ ശിക്ഷിക്കത്തില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ സ്ഥാനം പോവും, ഞാൻ പറഞ്ഞ വാക്കിന് വിലയില്ലാണ്ട് വരും. അതേതായാലും വേണ്ട, പുറജാതികൾ അങ്ങനെ രക്ഷപ്പെടണ്ട. അവർ പുറജാതികളില്ലേ, കണ്ടോ? തൻ്റെ സ്വന്തം ജനം, ഇസ്രായേൽ ജനം എന്നുള്ളതായ ഒരു തീഷ്ണത, അത് തീഷ്ണത ബിംബമാണ്, അത് അമിതാരാധനയാണ്, അത് ശത്രു അവകാശം പറയുന്നതാണ്. പലർക്കും പിടികിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നിഷ്പാപ യുഗത്തിൽ ജീവിച്ച, ഏതെൻ്റെ അടുത്ത് താമസിച്ച
ഹവ്വായുടെ അടുക്കിലേക്ക് സാത്താൻ വരാൻ കാരണം, പാമ്പിൻ്റെ വേഷത്തിൽ സാത്താൻ വരാൻ കാരണം എന്താണെന്നറിയാമോ? അവിടെ അമിതതീഷ്ണതയാണ്. ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമെല്ലാം നിങ്ങൾക്ക് തിന്നാം, ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ അതിന് നടുവിൽ നിൽക്കുന്ന നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുതെന്നാണ് ദൈവം കൽപ്പിച്ചത്. എന്നാൽ ഈ സ്ത്രീ പാമ്പിനോട് പറയുന്നത് എന്താണ്? അത് തിന്നരുത്, എന്നെ തൊടുകയും വരെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സ്വയം കൂട്ടിച്ചേർക്കുന്നവളാണ്, അമിതതീഷ്ണതകളാണ്. ഇവളെ വീഴിക്കാം. ശത്രു തിരിച്ചറിഞ്ഞു. പാമ്പ് കൗശലമായി ഇടപെട്ടു, വളരെ കൃത്യമായി ഇടപെട്ടു. വചനം ശക്കലം കൂട്ടിമാട്ടി. തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം പറഞ്ഞു. വീണു. സാത്താൻ്റെ സ്വാധീനത്തിൽ സ്ത്രീയും സ്ത്രീയുടെ സ്വാധീനത്തിൽ പുരുഷനും വീണു, ആറാമും വീണു. എൻ്റെ പ്രിയപ്പെട്ടവർ, അമിതതീക്ഷത പാടില്ല. ദൈവം വേദനിക്കുന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഗ്രൂപ്പിസം, ഇതൊക്കെ പലയിടത്തുമുണ്ട്. വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? കർത്താവ് പഠിപ്പിച്ച കത്ത പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ നീ ആ പിതാവിൻ്റെ മകനായിരിക്കണം, മകളായിരിക്കണം. വേറെ ഗ്രേഡൊന്നുമില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പൻ്റെ മക്കളായിരിക്കണം, അപ്പൻ്റെ സാദൃശ്യമുള്ളവരായിരിക്കണം, അപ്പൻ്റെ ലക്ഷ്യമുള്ളവരായിരിക്കണം. വ്യത്യാസമൊന്നും വരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അതല്ലാതെ ലക്ഷ്യം മാറുന്നുണ്ടോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. നീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നത് നിന്റെ അപ്പനായ സാത്താനായിരിക്കും. സംശയിക്കണ്ട. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരിക്കലും കിട്ടിയില്ല, പരാതി പറയുന്നവരുണ്ട്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങ് എത്തുമോ? നിന്റെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കുന്നത്? നീ ആരുടെ മകനാണ്? നിന്റെ അഡ്രസ്സ് എന്താണ്? മറന്നുപോകല്ലേ. അപ്പൻ്റെ പേര് ചേർത്തല്ലേ എൻ്റെ അഡ്രസ്സ് പറയുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. സഹോദരങ്ങളെ, വചനം കേൾക്കുന്ന സഹോദരി, നീ ആരുടെ മകനാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ നീ യോഗ്യത നേടിയോ? ആദ്യം നീ അത് നേടൂ. ദൈവസ്ഥലിൽ ഇരിക്കൂ, തന്നെ താഴ്ത്തൂ, താനൊരു പാപി എന്ന ദൈവത്തോട് ഏറ്റുപറയൂ. തകർന്നു നുറുകിയതുമായ ഹൃദയത്തെ യഹോവ നിരസിക്കുകയില്ല. സ്തോത്രം. അവന് നിന്നെ അറിയാം, എന്നെ അറിയാം. അവന് നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ വീഴ്ചകൾ അറിയാം. നാം എവിടെയെല്ലാം വീഴുമെന്നവനറിയാം. പിശാച് എവിടെയെല്ലാം അവകാശം പറയുന്നുണ്ടെന്നും അവനറിയാം. അവിടെ കത്തിവെക്കാൻ അവന് മനസ്സാണ്. വചനമാകുന്ന വാളുമായിട്ട് അവൻ വന്നിട്ടുണ്ട്. സ്തോത്രം. നിന്നെ തകർക്കാൻ വന്നിട്ടുണ്ട്. താഴാമോ? താഴ്ത്തി കൊടുക്കാമോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ആരെല്ലാം താഴ്ത്തി കൊടുക്കുന്നു അവരെല്ലാം അനുഗ്രഹിക്കുന്നവനായ ദൈവം. യോന താഴ്ത്തിയില്ല. യോന തന്നെ താഴ്ത്തിയില്ല. നിനവയിലേക്ക് പോകേണ്ടതിന് പകരം അവൻ തർശീസിലേക്ക് പോയി, ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് പോയി. നേരെ എതിർദിശ, കിഴക്കോട്ട് പോകേണ്ടവരും പടിഞ്ഞാറോട്ട് പോയി. കപ്പലിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് കപ്പലിൻ്റെ അടുത്തിട്ട് ഒരു കിടന്ന് ഉറങ്ങി. ദൈവത്തിനെതിരായ യാത്ര. സഹോദരങ്ങളെ, നീ ഇന്ന് യാത്ര ചെയ്യുന്ന ദൈവത്തിനെതിരായിട്ടാണോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതത്തിനെതിരായിട്ടാണോ നീ യാത്ര ചെയ്യുന്നത്? നിന്നെ വിടുകയില്ല. നിന്റെ ദൈവം മുന്നമേ കണ്ടതാണ്. ദൈവം നിന്റെ മുന്നമേ വിളിച്ചതാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവർ? പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തർശീസിലേക്ക് പോകുവാൻ കപ്പലിൽ കയറി അതിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടക്കുന്ന യോന എന്ത് സംഭവിച്ചു? 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5000 മൈൽ അകലെയുള്ള നിനവയുടെ തീരത്ത് അവനെ കടലാന കൊണ്ടൊന്ന് ഛർദ്ദിച്ചു. ദൈവം സർവശക്തനാണ്. എന്നോട് സംസാരിക്കുന്നവനായ ദൈവം നിസ്സാരനല്ല. അഖിലാണ്ടത്തെ മെനഞ്ഞവൻ, നിന്നെ കണ്ടവൻ. ഇപ്പോൾ യോനെ എവിടെയായി? യോൻ നിനവയുടെ കരയ്ക്കായി. ദൈവം കൽപ്പിച്ചത് എവിടെയാണ്? നിനവയിലേക്ക് ചെല്ലാൻ. നീ എത്ര പോകാൻ ശ്രമിച്ചാലും നിന്റെ വിടാത്തൊരു ദൈവമുണ്ട്. നിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വഴി വിട്ടുപോയാലും നിന്റെ പിന്നാലെ ഇവനുണ്ട്. നിന്റെ മരണം വരെ ഇവനോടുണ്ട്. നിന്റെ ശരീരത്തിൻ്റെ ജീവൻ വേർപെടുന്നവരെ നിന്റെ പിന്നാലെയുണ്ട്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വാസനാണ്.
ദൈവത്തിലേ, നീ അവനെ വിട്ട് ഏതെല്ലാം മൂടുവഴികളിലൂടെ നടന്നു, നീ ഏതെല്ലാം അഴുക്കിലൂടെ നടന്നു, എവിടെയെല്ലാം നടന്നു നിനക്ക് ചിന്തിക്കാം. ഇപ്പോൾ നിനക്ക് കണ്ടെത്താം. നിൻ്റെ പിന്നാലെ യേശുവുണ്ട്. അവനോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ? നിൻ്റെ ജീവിതം എനിക്ക് തരുമോ? നിന്നെ അനുഗ്രഹിപ്പാൻ ഇന്നും അവൻ നിൽക്കുന്നു. നീതിമാന്മാരെ എല്ലാ പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നവനായ കർത്താവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. ഏൽപ്പിച്ച് കൊടുക്കാം, താഴ്ത്തി കൊടുക്കാം. ഞാൻ പാപിയെ സമ്മതിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. ഹൃദയങ്ങളെ തുറക്കാം. കർത്താവെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, പാപിയെ വീണ്ടെടുക്കാൻ നീയുണ്ട്. പാപങ്ങളെ കഴുകാൻ നിന്റെ തിരുരക്തമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രൂശിൻ്റെ ചൂട്ട് ഞാൻ വരുന്നു. തിരുരക്തത്തെ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവെ, തന്നെ മുറിഞ്ഞ കരങ്ങൾ എൻ്റെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ അകളാമൃത ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരാരോട് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വസിക്കണമേ. അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരും ഒരുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാരോടെ ഞങ്ങളെ കാക്കണമേ. മാനവ മുഖത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.